കാശ് ആരുടെ കയ്യിലാണോ ഉണ്ടാവുക അവരുടെ കയ്യിലേക്ക് പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ലൈഫിലുള്ള ഏറ്റവും വിഷമം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ അവരുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ചിലപ്പോൾ കരച്ചിൽ വരും ചില മൊമെൻറ്റ്സിൽ, അല്ലേ? എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, കുറേ പേർക്ക് അതിൻ്റെ ഫ്രീഡം ഉണ്ടാവും. പക്ഷേ ഈ ചോദ്യം കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹാർട്ട് ബീറ്റ് കൂടുതൽ ബീറ്റ് ചെയ്തെങ്കിൽ ദിസ് ഇസ് ഫോർ യു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ് ഷെയിം. എന്തിനാ എത്ര കാലം എന്ന് വെച്ചാൽ നമ്മളത് മറച്ചു പിടിക്കും? ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു അണ്ടർ ഫിറ്റ് വാങ്ങിക്കാനായിട്ട് ഞാനൊന്ന് വാങ്ങിച്ചോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, കുട്ടികൾക്ക് നമ്മൾ എന്താ എക്സാമ്പിളാണ് സെറ്റ് ചെയ്യുന്നത്? അവർക്കറിയാം ആരുടെ അടുത്ത് പോകണം ആരുടെ അടുത്ത് പോകണ്ടെന്ന്. ഓരോ കാര്യത്തിനും വാങ്ങിക്കുന്ന സാധനമാണെങ്കിൽ അവർ നേരെ കാശ് ആരുടെ കയ്യിലാണോ ഉണ്ടാവുക അവരുടെ കയ്യിലേക്ക് പോകും. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ദിസ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാത്രമല്ല ഇല്ലാതാക്കുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആവാൻ പറ്റുന്ന ഒരാളിനെ കൂടെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ഇനി നമ്മൾ എന്നാ ഇതൊക്കെ ചെയ്യുന്നത്? ഒരിക്കലും ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി അമ്മമാർ പറയുന്നൊരു കാര്യം ഇതാണ്. നമ്മൾ ആ പെർമിഷൻ ട്രാപ്പിൽ ലോക്കായിപ്പോയി. ആ പെർമിഷൻ ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണോ? ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. അത് വരുമ്പം മോസ്റ്റ്ലി സംഭവിക്കാവുന്നൊരു കാര്യമുണ്ട്. ആളുകൾ നമ്മളെ സെൽഫിഷ് വുമൺ എന്ന് വിളിക്കാൻ തുടങ്ങും. I'll tell you in the next series what to do about it. Let's meet soon.